PV അൻവറിന്റെ ആരോപണങ്ങൾ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ അന്വേഷണം വേണ്ട തൽക്കാലം എന്ന തീരുമാനത്തിലേക്ക് CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് എത്തുന്നു. ഒപ്പം ADGP ഉടൻ മാറ്റേണ്ട സാഹചര്യമില്ല എന്ന് വിലയിരുത്തുന്നു. ഇതിന്റെ വിശദാംശങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ദിലീപ് കുമാർ തുടരുന്നുണ്ട്. ദിലീപ് കുമാർ, ഈ സമ്മേളന കാലയളവിൽ ഒരുപക്ഷെ സർക്കാരിന്, രണ്ടാം പിണറായി സർക്കാരിനെതിരെ വലിയ വിമർശനം പാർട്ടി പ്രവർത്തകർക്കിടയിലുണ്ട്. ബ്രാഞ്ച് സമ്മേളനങ്ങളടക്കം പോലീസിന്റെ പ്രവർത്തനത്തിലും സർക്കാരിനെതിരെ ഉയരുന്ന ആരോപണങ്ങളിലുമൊക്കെ ചർച്ചകൾ വരികയാണ്. ആ ഘട്ടത്തിൽ ഇങ്ങനെ ഒരു തീരുമാനം വരുമ്പോൾ ഇനിയുള്ള സമ്മേളന ചർച്ചകളിൽ പോലും ഇത്തരത്തിൽ വലിയ വിമർശനങ്ങൾക്ക് ഇടയില്ലാത്ത വിധം ഇതിനെല്ലാം ഒതുക്കാനാകുന്നുണ്ടോ നേതൃത്വത്തിന്? ഗൂഗിൾ CPIഎമ്മിനെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായ ആഘാതമായിരുന്നു PV അൻവറിൽ നിന്നുണ്ടായത്. വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് PV അൻവർ ഉന്നയിച്ചത്. CPIഎമ്മിൻ്റെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന വേളയിലായിരുന്നു PV അൻവറിൻ്റെ ഈ ആരോപണം. ഇപ്പോൾ ബ്രാഞ്ച് സമ്മേളനം കഴിഞ്ഞ് ലോക്കൽ സമ്മേളനത്തിലേക്ക് CPIഎം കടക്കുകയാണ്. ആ ഘട്ടത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ CPIഎമ്മിൻ്റെ നിലപാട് വ്യക്തമാക്കിയത്. അതിനു മുമ്പ് PV അൻവർ നിരന്തരം വാർത്താ സമ്മേളനങ്ങൾ നടത്തുന്നു. ADGP MR അജിത് കുമാറിനും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കുമെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ആ ഘട്ടത്തിൽ CPIഎം പ്രവർത്തകർക്ക് പോലും ആശയക്കുഴപ്പമുണ്ടാകുന്നു. അത് PV അൻവറിൻ്റെ നിലപാടാണ് ശരി എന്ന നിലയിലേക്ക് പല CPIഎം പ്രവർത്തകരും എത്തുന്നു. അവർ സൈബർ ഇടങ്ങളിൽ ആ നിലയിലുള്ള അവകാശവാദങ്ങൾ, പിന്തുണ ഇതൊക്കെയായി രംഗത്ത് വരുന്നു. അത്തരമൊരു ഘട്ടത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തൻ്റെ നിലപാട് വ്യക്തമാക്കിയത്. ADGP MR അജിത് കുമാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയ വിഷയത്തിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ കാര്യത്തിൽ അന്വേഷണ റിപ്പോർട്ട് വരട്ടെ എന്നാണ് പറഞ്ഞത്. അതേസമയം P ശശിയുടെ കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ നിയമിച്ചത് CPIഎമ്മിൻ്റെ സംസ്ഥാന സമിതിയാണ്. ആ സമിതി നിയോഗിച്ച ഒരാളെക്കുറിച്ചാണ് ഈ ആരോപണം എന്ന കാര്യം മുഖ്യമന്ത്രിയുടെ മനസ്സിലുണ്ടായിരുന്നു. അദ്ദേഹം അക്കാര്യം പറയുകയും ചെയ്തു. മാത്രമല്ല P ശശി തികഞ്ഞ ഉത്തരവാദിത്വത്തോടു കൂടിയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്നതും വ്യക്തമാക്കി. ഈ ആരോപണം, PV അൻവറിൻ്റെ ആരോപണങ്ങളെ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയുന്നു എന്ന് മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ തന്നെ CPIഎമ്മിൻ്റെ ഇക്കാര്യത്തിലുള്ള നിലപാട് വ്യക്തമായിരുന്നു. നിലവിൽ ഏതായാലും CPIഎമ്മിൽ മറിച്ചൊരു തീരുമാനത്തിനോ ചർച്ചകൾക്കോ പ്രസക്തിയില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ അഭിപ്രായം പറഞ്ഞതോടുകൂടി അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ പിന്നാലെ CPIഎമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് PV അൻവറിൻ്റെ ആരോപണങ്ങൾ തള്ളിക്കളഞ്ഞുകൊണ്ട് പരസ്യമായ വിമർശനങ്ങൾ, പരസ്യമായ ഈ സർക്കാരിനെതിരെ ഉയർത്തുന്ന ആരോപണങ്ങൾ ഇവയൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ പ്രസ്താവന വന്നു. എനിക്ക് തോന്നുന്നു ഗൂഗിൾ, നമുക്ക് ആ മുഖ്യമന്ത്രി കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ, വിശദമായ വാർത്താ സമ്മേളനം 1.25 മണിക്കൂർ നീണ്ട ആ വാർത്താ സമ്മേളനത്തിൽ P ശശിയെക്കുറിച്ച് അന്ന് പറഞ്ഞത് എന്താണെന്ന് നമുക്ക് ഒന്ന് കേട്ടുവരാം. അദ്ദേഹം CPIഎമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. പാർട്ടി നിയോഗിച്ച് എൻ്റെ ഓഫീസിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി അദ്ദേഹം പ്രവർത്തിക്കുകയാണ്. മാതൃകാപരമായ പ്രവർത്തനമാണ് അദ്ദേഹം നടത്തുന്നത്. ഒരു തരത്തിലുള്ള തെറ്റായ കാര്യവും അദ്ദേഹത്തിൻ്റെ പക്കലില്ല. ആര് പറഞ്ഞാലും അതെല്ലാം അവജ്ഞയോട് തള്ളിക്കളയുന്നു എന്നുള്ളതേ ഉള്ളൂ. ഒരു പരിശോധനയും അക്കാര്യത്തിൽ ആവശ്യമില്ല. അൻവറോ മറ്റുള്ളവരോ കൊടുക്കുന്ന പരാതി അതേപോലെ സ്വീകരിച്ച് നടപടിയെടുക്കാനല്ല ശശി അവിടെ ഇരിക്കുന്നത്. ഈ സർക്കാരിന് നിയമപ്രകാരം സ്വീകരിക്കാൻ പറ്റുന്ന നടപടി മാത്രം എടുക്കുന്നതിനാണ് അത് അവിടെ ഇരിക്കുന്നത്. അല്ലാത്ത നടപടി സ്വീകരിച്ചാൽ ശശിയല്ല ആരായാലും ആ ഓഫീസിൽ ഇരിക്കാൻ പറ്റില്ല. നിയമപ്രകാരമുള്ള നടപടി മാത്രമേ സ്വീകരിക്കാൻ പറ്റൂ. നിയമപ്രകാരം സ്വീകരിക്കാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായി ചെയ്തിട്ടുണ്ടാവില്ല. ആ ചെയ്യാത്തതിനൊക്കെയുള്ള വിരോധം വെച്ച് വിളിച്ചു പറഞ്ഞാൽ അതിൻ്റെ മേലെയൊന്നും മാറ്റുന്നതല്ല അത്തരം ആളുകളെ. അത് മനസ്സിലാക്കണം. 21-ാം തീയതിയിലെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിലെ വാക്കുകളാണ് ഇപ്പോൾ കേട്ടത്. അന്ന് തന്നെ PV അൻവറിന്റെ ആരോപണങ്ങളെ അപ്പാടെ തള്ളുകയും ശശിയാണ് ശരി എന്ന് പറയുകയും ചെയ്തതാണ് മുഖ്യമന്ത്രി. ദീപക് ധർമ്മടം കൂടി ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ദീപക് ധർമ്മടം, CPIഎമ്മിൽ എന്തോ വലിയ തിരുത്തലിൽ ഇറങ്ങി പുറപ്പെടുന്നു, PV അൻവർ വലിയ യുദ്ധത്തിനിറങ്ങുന്നു എന്ന പരിവേഷത്തിലാണ് ആരോപണങ്ങൾ ഉന്നയിച്ചത്. അത് പാർട്ടി നേതൃത്വം വിലക്കുമ്പോഴും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ ഇടപെട്ടിട്ടും പിടിച്ചു നിർത്താനാവാത്ത വിധം തുടർച്ചയായി മാധ്യമങ്ങളിലൂടെ വലിയ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള ആരോപണങ്ങൾ വന്നതാണ്. ഒടുവിൽ ഇതിനെയെല്ലാം CPIഎം സംഘടനാപരമായി അൻവറിനെ തള്ളിക്കൊണ്ട് CPIഎം നേതൃത്വത്തിന് അങ്ങനെ ഒരു ആശയക്കുഴപ്പമില്ല, അൻവറിൻ്റെ ആരോപണങ്ങളിൽ ഒരു സംശയവുമില്ല, മുഖ്യമന്ത്രി പറയുന്ന നിലപാടിനൊപ്പം CPIഎം നേതൃത്വം എന്ന നിലയിലേക്ക് വരുന്നു അല്ലേ? മുഖ്യമന്ത്രി പറയുന്നതിനൊപ്പം CPIഎം നേതൃത്വം എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറം ഈ കാര്യങ്ങൾ പാർട്ടിയും സർക്കാരും വളരെ കൃത്യമായി പരിശോധിച്ചെടുത്ത നിലപാടാണ് എന്ന് പറയുന്നതാണ് ശരിയെന്നുള്ളതാണ് എൻ്റെ പക്ഷം. അത്തരം വിവരങ്ങളാണ് പാർട്ടിക്കകത്തു നിന്നും എനിക്ക് ലഭിക്കുന്നത്. അതായത് ഈ വിഷയം ഇന്നത്തെ ഫുൾ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ചർച്ച ചെയ്യുന്നതിന് മുൻപ് തന്നെ വിവിധ അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഈ വിഷയം സംസാരിച്ചിരുന്നു. മുഖ്യമന്ത്രി തന്നെ ഈ കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു. മാത്രമല്ല പാർട്ടിയും ഈ കാര്യത്തിൽ ഒരു പ്രാഥമികമായ പഠനം നടത്തിയിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ മുഖ്യമന്ത്രി ആദ്യം വാർത്താ സമ്മേളനത്തിൽ ഈ കാര്യം പറഞ്ഞതിന് ശേഷം മതി
പാർട്ടിയുടെ നിലപാട് എന്നുള്ളത് രണ്ടു കൂട്ടരും പാർട്ടി സെക്രട്ടറിയും മുഖ്യമന്ത്രിയും ഒരുമിച്ച് ആലോചിച്ചെടുത്ത തീരുമാനമാണ് എന്നുള്ളതാണ് പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരം. അതായത് മുഖ്യമന്ത്രി പറഞ്ഞത് അതേപടി പാർട്ടി ശരിവെച്ചു എന്നുള്ളതല്ല. പാർട്ടിയും മുഖ്യമന്ത്രിയും ആദ്യം തന്നെ ഈ വിഷയം ചർച്ച ചെയ്യുന്നു. അൻവർ വിഷയം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ആലോചിക്കുന്നു. മാത്രവുമല്ല, അൻവറിന് ചില ഗൂഢ ഉദ്ദേശങ്ങളുണ്ട് എന്ന് പാർട്ടി തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് വസ്തുത. ആ കാര്യം പാർട്ടി എന്തുകൊണ്ട് പരസ്യമായി ആദ്യം പറയുന്നില്ല എന്ന ചോദ്യത്തിന് ഇടതുപക്ഷത്തിനൊപ്പം CPIM-നൊപ്പം നിൽക്കുന്ന ഒരു ജനപ്രതിനിധി ആ ജനപ്രതിനിധിക്കെതിരെ ആദ്യമേ പറഞ്ഞു എന്നുള്ള അത്തരമൊരു പ്രചരണത്തിനുള്ള സാധ്യത ഇല്ലാതാക്കലാണ്. അതായത് സഹി കെട്ട ശേഷമാണ് പിണറായിയും പാർട്ടിയും അൻവറിനെ തള്ളിപ്പറഞ്ഞത് എന്നാണ് ഇപ്പോൾ സംസാരം. ഇത്തരമൊരു സംസാരം ഉണ്ടാക്കാനാണ് ഒരുപക്ഷെ സമയമെടുത്തുകൊണ്ട് സാധാരണ പാർട്ടി അണികളിൽ അല്ലെ പാർട്ടി പ്രവർത്തകരിൽ സംശയങ്ങൾക്ക് ഇടയാക്കുന്ന ആഴ്ചകളുടെ ദൈർഘ്യമുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ പാർട്ടി ഈ വിഷയത്തിൽ നിലപാട് പറയാൻ. അതിൻ്റെ കാരണം ഇത്തരത്തിലുള്ള ഒരു അജണ്ട സെറ്റ് ചെയ്യൽ തന്നെയായിരുന്നു. അതായത് അൻവർ പാർട്ടിക്കെതിരെയും സർക്കാരിനെതിരെയും പറഞ്ഞുകൊണ്ടേയിരുന്നിട്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ പറഞ്ഞുകൊണ്ടേയിരുന്നിട്ടും ആഭ്യന്തര വകുപ്പിനെതിരെ പറഞ്ഞുകൊണ്ടേയിരുന്നിട്ടും ഒരു പ്രതികരണം നടത്തിയില്ല എന്നുള്ളതാണ്. ഇന്ന് കാലത്ത് നമ്മുടെ 24-ന്റെ മോർണിംഗ് ഷോയിൽ SKN ഷോയിൽ തന്നെ ഇന്നത്തെ സെക്രട്ടേറിയറ്റിൽ ഈ വിഷയം ചർച്ച ചെയ്യും. അതിൽ P ശശിക്ക് ക്ലീൻ ചീറ്റ് നൽകും എന്നുള്ളത് നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. കാരണം പാർട്ടി കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പാർട്ടി വിവിധ തലങ്ങളിൽ ഇത് പരിശോധിക്കുന്നുണ്ടായിരുന്നു. പാർട്ടി മലപ്പുറം ജില്ലാ കമ്മിറ്റിയോട് ഇതിൻ്റെ വിവരങ്ങൾ ആരാഞ്ഞിരുന്നു, നിലമ്പൂർ AC-യോട് വിവരങ്ങൾ ആരാഞ്ഞിരുന്നു. അപ്പോൾ പാർട്ടി രഹസ്യമായി താഴെ തട്ടുവരെ ഇതിൻ്റെ വിവരശേഖരണം ഒരു ഭാഗത്ത് പാർട്ടി നടത്തി. മറ്റൊന്ന് സർക്കാർ സംവിധാനം, ഇൻ്റലിജൻസ് സംവിധാനങ്ങൾ, ഇൻ്റലിജൻസ് ADGP മനോജ് എബ്രഹാം വളരെ കൃത്യമായ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അതിൽ പോലീസ് ഉദ്യോഗസ്ഥർ ഇതിൻ്റെ ഗൂഢാലോചനയിൽ ഭാഗമായി ഒരു SP-യുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് വളരെ കൃത്യമായി അൻവറുമായുള്ള പഴയ കാല വിദ്യാർത്ഥി കാലം മുതലുള്ള ബന്ധം വരെ ഇൻ്റലിജൻസ് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ കൃത്യമായ രീതിയിലുള്ള പരിശോധനയ്ക്ക് ശേഷമാണ് സർക്കാരും പാർട്ടിയും ഇതിൽ നിലപാട് പറഞ്ഞത്. അതിൻ്റെ ഭാഗമായാണ് P ശശിക്ക് ക്ലീൻ ചീറ്റ് നൽകുകയും അജിത് കുമാറിനെ തൽക്കാലം മാറ്റുന്നില്ല എന്ന, ഒരുപക്ഷെ മാറ്റിയാൽ എന്താ എന്നുള്ളതാണ് പൊതുവിൽ ചർച്ച. മാത്രവുമല്ല, അദ്ദേഹവും മാറാൻ സന്നദ്ധനായിരുന്നു. പക്ഷേ എന്നാൽ മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പും പാർട്ടിയും അതിൽ P ശശിക്കെതിരെ അന്വേഷണം വേണ്ടെന്നും അജിത് കുമാറിനെ മാറ്റണ്ട എന്ന് തീരുമാനിക്കുന്നതും കൃത്യമായ അൻവറിനുള്ള സന്ദേശം കൂടിയാണ്. തീർച്ചയായും. ഏതായാലും PV അൻവർ അങ്ങനെ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. ആരോപണങ്ങളുമായി യുദ്ധത്തിനിറങ്ങിയ അൻവർ ഒടുവിൽ അൻവറിന്റെ വിക്കറ്റ് തന്നെ വീഴുന്ന അവസ്ഥയിലേക്ക് പോകുന്ന നില. അങ്ങനെ CPM നേതൃത്വമാകെ അൻവറിന്റെ ആരോപണങ്ങളെ മുഖവിലേക്കെടുക്കാതെ അതിനെ പൂർണ്ണമായും തള്ളുന്ന തീരുമാനത്തിലേക്ക് ഇന്ന് സെക്രട്ടേറിയറ്റ് പോവുകയാണ്. ദിലീപ് കുമാറിലേക്ക് ഒരിക്കൽ കൂടി. ദിലീപ് കുമാർ, ഈ തീരുമാനം, അതിൽ ADGP-യുമായി ബന്ധപ്പെട്ട CPM-ന്റെ നിലപാട്, അതിന് CPI-യെ ബോധ്യപ്പെടുത്തുക, RJD അടക്കമുള്ള മറ്റ് ഘടകകക്ഷികളെ ബോധ്യപ്പെടുത്തുക, പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന പുതിയ വിവരങ്ങൾ, അത് ഈ പൂരം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ച ശേഷം ആ റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ കൂടി ഇന്റലിജൻസ് റിപ്പോർട്ടിലടക്കം ADGP-ക്കെതിരെ ADGP-യുടെ സാന്നിധ്യത്തെ പറ്റിയുള്ള പരാമർശം, അതിനുശേഷം ഇന്ന് മന്ത്രി K. രാജൻ മന്ത്രിസഭാ യോഗത്തിൽ ഇത് ഗുരുതരമായ സാഹചര്യത്തിലേക്കാണ്, അന്ന് അന്വേഷണം പ്രഖ്യാപിച്ചതിനേക്കാൾ ഗുരുതരമായ സാഹചര്യമാണ് ഇപ്പോഴുള്ളതെന്ന് പറയുകയും ചെയ്യുമ്പോൾ ഈ തീരുമാനം മുന്നണിയിൽ ബോധ്യപ്പെടുത്തുക എന്നത് അത്ര എളുപ്പമാണോ? ഗോകുൽ, ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ. ഇപ്പോൾ ദീപക് പറഞ്ഞതുപോലെ അത് ഒരുപക്ഷെ CPIM-ന്റെ സംഘടനാ സംവിധാനം ഉപയോഗിച്ച് നടത്തിയ അവരുടെ അന്വേഷണമാകാം. പക്ഷേ പൊതുസമൂഹത്തിന് മുന്നിൽ PV അൻവർ ഉയർത്തിയ ആരോപണങ്ങൾ അത് നിലനിൽക്കുകയാണ്. അത് ദൂരീകരിക്കുക എന്നതാണ് CPIM-നെ സംബന്ധിച്ച്, സർക്കാരിനെ സംബന്ധിച്ച് ചെയ്യേണ്ടത്. അതിൽ ഇപ്പോൾ ഏതായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിലപാട് വ്യക്തമാക്കിയതോടുകൂടി, അതിനു മുമ്പ് പല ആശയക്കുഴപ്പങ്ങളും ഉണ്ടായിരുന്നു. ഈ PV അൻവറിന് പിന്നിൽ ആരാണുള്ളത്, ഏതെങ്കിലും CPIM നേതാക്കളുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ മുഖ്യമന്ത്രി അന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തോടു കൂടിയാണ് CPIM നേതൃത്വം ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടാണ് എന്ന ഒരു സന്ദേശം വന്നത്. ഇന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും മറിച്ചൊരു തീരുമാനത്തിന് പ്രസക്തി ഉണ്ടാകില്ല എന്ന് മുഖ്യമന്ത്രി അന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തോടു കൂടി തന്നെ വളരെ വ്യക്തമായിരുന്നു.